ആഗമനകാലം ആരംഭിച്ചു. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്നു. ക്രിസ്മസിന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം വളരെ വലുതാണ്. പ്രധാനമായിട്ടും സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാക്കുന്ന ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്മസ്, ഈശോയുടെ ജനനം. അതായത് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് സർവശക്തനായ ദൈവത്തിന് ഈ ലോകത്തോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, സ്നേഹമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ക്രിസ്മസ്. ഈശോ പുൽക്കൂട്ടിൽ ജനിച്ചു. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ഈ ലോകത്തിലേക്ക് വന്നു. ഈശോ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും എല്ലാം ഉണ്ടാകാൻ വേണ്ടി ഈശോ ഈ ലോകത്തിൽ ജീവിച്ചു. ഈശോ ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, മറ്റെല്ലാവർക്കും വേണ്ടിയാണ് ഈശോ ജീവിച്ചത്. നമുക്ക് ഈശോ നൽകുന്ന സന്ദേശവും ഇത് തന്നെ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നതാവുക, സന്തോഷം നൽകുന്നതാവുക, അനുഗ്രഹമാവുക, അവർക്ക് സൗഖ്യമാവുക, സാന്ത്വനമാവുക. അങ്ങനെ ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരുമായി എല്ലാം പങ്കുവയ്ക്കുക. സർവശക്തനായ ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ആ ഈശോ പുത്രൻ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. നമ്മുടെ കുടുംബത്തിലും അപ്പച്ചനും അമ്മച്ചിയും പരസ്പരം അവർക്ക് വേണ്ടി അല്ലാതെ അമ്മയ്ക്ക് വേണ്ടി അപ്പച്ചൻ ജീവിക്കുക, അമ്മച്ചിക്ക് വേണ്ടി അപ്പച്ചൻ ജീവിക്കുക. അതുപോലെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ അവിടെ ഈശോയുടെ ജനനം നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. എല്ലാവർക്കും പ്രത്യേകമായ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും.